കാനഡയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി ഖലിസ്ഥാനി തീവ്രവാദികൾ രംഗത്ത്. നൂറുകണക്കിന് വരുന്ന തീവ്രവാദികൾ ഒത്തുകൂടി വലിയ പ്രകടനമാണ് സംഘടിപ്പിച്ചതും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രിക്ക് നേരെ പ്രതിഷേധം നടത്തുമെന്ന് ഇവർ ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. മോദിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, കാനഡ സുരക്ഷിതമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഖലിസ്ഥാനികൾ ഉയർത്തിയത്. ഈ പ്രകടനങ്ങൾ എല്ലാം തന്നെ ഖലിസ്ഥാനി ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ആണ് നയിച്ചത്. കാൽഗാറിലാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചതും. കാൽഗാറിലെ ബാഷ്മീഷ് ഗുരുദ്വാരയിൽ നിന്നാണ് ഖലിസ്ഥാനികളുടെ ഈ പ്രകടനം ആരംഭിക്കുന്നതും. ഇതിനിടയിൽ ഖലിസ്ഥാനികളുടെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ റോഡിൽ കാണപ്പെടുകയും ചെയ്തു. ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ഇന്ത്യ ഉത്തരവാദിയാണ് എന്ന് പ്രതിഷേധകർ കുറ്റപ്പെടുത്തുകയും പഞ്ചാബിനായി ഖലിസ്ഥാൻ റഫറൻഡം നടത്തണമെന്ന് G7 നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ എല്ലാ സിഖ് സംഘടനകളും ഈ പ്രകടനത്തെ പിന്തുണച്ചില്ല. സിഖ് ഓഫ് അമേരിക്കയുടെ സ്ഥാപകനായ ജസ്ദീപ് സിംഗ് ജേസി ഖലിസ്ഥാൻ പ്രകടനങ്ങളെ അപലപിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമാണെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. കനേഡിയൻ പത്രപ്രവർത്തകനായ ഹർദീപ് സിംഗ് പ്രകടനത്തെ വിമർശിച്ചു. ഇത് G7 പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. മറുവശത്ത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയെ G7ലേക്ക് ക്ഷണിച്ച നടപടിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ ഒരു പ്രധാന പങ്കാളിയാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവനായ ഗുർപത്വന്ത് സിംഗ് പന്നുവിൻ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീഷണി മുഴക്കി രംഗത്തെത്തിയത്. ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ഉത്തരവാദിയാക്കണമെന്ന് G7 രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു പ്രതിഷേധങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു ഇവർ വ്യക്തമാക്കിയത്. കാനഡ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം വഷളാവുകയാണ് ഉണ്ടായത്. കാനഡയുടെ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി എത്തിയതോടുകൂടി തന്നെ ഇന്ത്യയുമായി കാനഡ നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ കൂടിയാണ് വീണ്ടും ഇന്ത്യയെ ചൊടിപ്പിക്കാൻ ഖലിസ്ഥാൻ ഭീകരരുടെ ശ്രമം നടത്തുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകരായ ബിയാൻ സിംഗ് അതുപോലെ തന്നെ സത്വന്ത് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാനും ഖലിസ്ഥാൻ ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ ആർമി ടാങ്കുകൾ ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്ത BB സത്നം കൗർ, BB വഹേഗുരു കൗർ എന്നിവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ജൂൺ 15 മുതൽ 17 വരെ കാനഡയിലെ അൽബോർട്ടിലാണ് ഉച്ചകോടി നടക്കുന്നത്. നിജാറിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം വഷളായ നിലയിലേക്ക് മാറുന്നതും. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾക്ക് ഇന്ത്യ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതേസമയം G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിനെ ശക്തമായി തന്നെ പിന്തുണച്ചുകൊണ്ട് കനേഡിയൻ പ്രതിപക്ഷ നേതാവ് പിയറി രംഗത്ത് വന്നിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണത്തെ തുടർന്നുകൊണ്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് മോദി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നതും. ഇന്ത്യയുമായി ഇടപഴകേണ്ടതിന്റെ തന്ത്രപരവും അതുപോലെ സാമ്പത്തികവുമായ ആവശ്യകതയെ പറ്റിയും അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ 6 G7 സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും വേഗത്തിൽ വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാണിത്. നമ്മുടെ പ്രകൃതിവാതകം അതുപോലെ സിവിലിയൻ ആണവോർജ സാങ്കേതിക വിദ്യ, മറ്റു വിഭവ പദ്ധതികൾ എന്നിവ ഇന്ത്യക്ക് വിൽക്കേണ്ടതുണ്ട്. വ്യാപാരത്തിലും സുരക്ഷയിലും ഇന്ത്യയുമായും മറ്റു രാജ്യങ്ങളുമായും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.